നമ്മളിന്ന് യൂണിയൻ ബഡ്ജറ്റിലെ ഇൻകം ടാക്സ് ചേഞ്ചസിനെ കുറിച്ചിട്ടാണ് നമ്മൾ വളരെ ഡീറ്റെയിൽ ആയിട്ട് ഡിസ്കസ് ചെയ്യുന്നത്. നമുക്കറിയാം വലിയ കാര്യമായിട്ടുള്ള ചേഞ്ചസ് ഒന്നും സ്ട്രക്ചറിൽ, അതായത് ഇപ്പോൾ നമ്മളിപ്പോൾ ബേസിക് എക്സംഷൻ ലിമിറ്റ് അങ്ങനെയുള്ള കാര്യങ്ങളിലൊന്നും പ്രത്യേകിച്ചൊന്നും വന്നിട്ടൊന്നുമില്ല. കാരണം കഴിഞ്ഞ 2-3 ബഡ്ജറ്റുകളിൽ കാര്യമായിട്ട് തന്നെ ആ വക ഏരിയകളിലൊക്കെ ഒരുപാട് ചേഞ്ചസ് ഉണ്ടായിരുന്നു. ഉദാഹരണത്തിന് ഇപ്പോൾ 7 lakhs നിന്ന് 12 lakhsലേക്കൊക്കെ എക്സംഷൻ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. പക്ഷേ ഇപ്പോൾ ഈ ബഡ്ജറ്റിൽ അങ്ങനെ ടാക്സ് റേറ്റുകളിലൊന്നും അങ്ങനെ ചേഞ്ചസ് ഒന്നും വന്നിട്ടില്ല. പക്ഷേ നമ്മൾ അറിയാത്ത ഒരുപാട് കാര്യങ്ങൾ മാറിയിട്ടുണ്ടെന്ന് അർത്ഥം. പ്രത്യേകിച്ച് ഫിനാൻസ് മിനിസ്റ്റർ ബഡ്ജറ്റ് സ്പീച്ചിൻ്റെ ഇടയിൽ അങ്ങനെ എല്ലാ കാര്യങ്ങളൊന്നും പറഞ്ഞിട്ടില്ല. പക്ഷെ നമ്മൾ ആക്ട് എടുത്ത് വായിച്ച് നോക്കുമ്പോൾ, ഇൻകം ടാക്സ് ആക്ട് നമ്മളെടുത്ത് വായിച്ച് നോക്കുമ്പോൾ, ഫിനാൻസ് ആക്ട് 2026 എടുത്ത് അമെൻഡ് ചെയ്യുമ്പോൾ, അതായത് ഇൻകം ടാക്സ് ആക്ട് അമെൻഡ് ചെയ്യാനായിട്ട് പോകുന്നത് വലിയ കാര്യമായിട്ട് തന്നെയായിട്ടാണ് അമെൻഡ് ചെയ്യാനായിട്ട് പോകുന്നത്, ഇൻക്ലൂഡിങ് 1961 ആക്ടും 2025 ആക്ടും. അപ്പോൾ നമ്മൾ ബഡ്ജറ്റിലെ ഇൻകം ടാക്സ് ആംഗിളിനെ കുറിച്ചിട്ടുള്ള വളരെ ഡീറ്റെയിൽ ആയിട്ടുള്ളൊരു ഡിസ്കഷനാണ് നമ്മൾ ഇന്ന് നടത്താനായിട്ട് പോകുന്നത്. എൻ്റെ കൂടെ CS ശ്രീലക്ഷ്മി ജി ആണുള്ളത്. അപ്പം നമുക്ക് നമ്മുടെ ഡിസ്കഷനിലേക്ക് കടക്കാം. പിന്നെ ഫിനാൻസ് മിനിസ്റ്റർ വളരെ മനോഹരമായിട്ട് അവതരിപ്പിച്ചൊരു കാര്യം എന്ന് പറയുന്നത് പെനാൽറ്റികൾ ഒഴിവാക്കുകയാണ്, മാക്സിമം പെനാൽറ്റികൾ കുറയ്ക്കുകയാണ്. പെനാൽറ്റി എന്ന വാക്ക് നമ്മൾ ഉപയോഗിക്കണില്ല, നമ്മൾ ഫീസ് എന്നാണ് ഇനി അതിനെ ഡിസ്ക്രൈബ് ചെയ്യാൻ പോകണമെന്നൊക്കെ പറഞ്ഞു. അപ്പൊ അത് വളരെയധികം കൈയടിച്ചിട്ടൊക്കെയാണ് സഭ പാസ്സാക്കിയത്. കൈയല്ല, അത് അസോസീസിന്റെ നെഞ്ഞത്താണ് അടിച്ചേക്കണത് എന്നുള്ളത് നമുക്ക് വായിച്ചു നോക്കുമ്പോഴേ മനസ്സിലാവുക. അതെ, വളരെ ഭീകരമായ ഒരു പ്രൊവിഷൻ ആയിപ്പോയി, അമെൻമെന്റ് ആയിപ്പോയി ഇത്തവണത്തെ ബഡ്ജറ്റിൽ. അതെനിക്ക് തോന്നുന്നു പല ആളുകൾക്കും അതിന്റെ ഒരു ഭീകരത പിടികിട്ടിട്ടില്ല എന്ന് തോന്നുന്നു. ഫോർ എക്സാമ്പിൾ നമ്മൾ പറയുകയാണെന്നുണ്ടെങ്കിൽ, നമ്മൾക്കിപ്പോൾ മുമ്പൊക്കെ നമ്മൾ ടാക്സ് ഓഡിറ്റ് റിട്ടേൺ ഫയൽ ചെയ്യാനായിട്ട് ലേറ്റായി. ടാക്സ് ഓഡിറ്റ് റിട്ടേൺ ഫയൽ ചെയ്യാനായിട്ട് ലേറ്റ് ആയി കഴിഞ്ഞപ്പോൾ സെപ്റ്റംബറിൽ ടാക്സ് ഓഡിറ്റ് റിപ്പോർട്ട്, ഒക്ടോബറിൽ റിട്ടേൺ ഫയലിംഗ്. അപ്പോൾ സെപ്റ്റംബറിൽ നമ്മൾ ചെയ്തില്ല. പറഞ്ഞ് ഭീഷണിപ്പെടുത്തുന്ന അതാണ്, നിങ്ങൾ വേഗം ഫയൽ ചെയ്യും അല്ലെങ്കിൽ 75,000 പെനാൽറ്റി വരാം, 1.5 ലക്ഷം രൂപ പെനാൽറ്റി വരാം എന്നൊക്കെ. പക്ഷെ അന്നൊന്നും അടിച്ചിരുന്നില്ല, കാരണം പെനാൽറ്റി ആയിരുന്നല്ലോ. അപ്പൊ ഈ പെനാൽറ്റിയുടെ ഒരു അസസിയുടെ ഭാഗത്ത് നോക്കുമ്പോൾ പെനാൽറ്റിയുടെ അഡ്വാൻറ്റേജ് എന്ന് പറഞ്ഞാൽ ഇതൊരു അസസിങ് ഓഫീസർ ഒരു പ്രൊസീഡ് ചെയ്ത് ഡിസ്ക്രിപ്ഷൻ ആയിരുന്നു ആള് ശരിക്കും ഒരു പെനാൽറ്റി പ്രൊസീഡിങ്സ് ഇനീഷ്യേറ്റ് ചെയ്യണമെന്നുണ്ട്. അവിടെ അയാള് നോക്കി ഒരു പെനാൽറ്റി പ്രൊസീഡിങ്സ് ഇനീഷ്യേറ്റ് ചെയ്തിട്ട് വേണം എന്ത് ചെയ്യാനായിട്ട്, അതായത് കുറച്ച് ചടങ്ങുകൾ ഉണ്ടെന്ന് അർത്ഥം പെനാൽറ്റി കൊടുക്കണേക്കാട്ടും മുമ്പ്. അപ്പൊ അത് ഇപ്പുറത്തെ സൈഡിലേക്ക് ഫീസായിട്ട് മാറുമ്പോൾ അത് ഓട്ടോമേറ്റഡ് ആവാണ് ചെയ്യണത്. അതായത് എന്താ സംഭവിക്കുന്നത് പറഞ്ഞു കഴിഞ്ഞാൽ, സിമ്പിളായിട്ട് പറയുകയാണെന്നുണ്ടെങ്കിൽ, നിങ്ങൾ ടാക്സ് ഓഡിറ്റ് റിട്ടേൺ ഇനി ഫയൽ ചെയ്യാൻ ലേറ്റ് ആയാൽ 75,000 രൂപയും 1.5 ലക്ഷം രൂപയും ഫൈൻ അടച്ചിട്ട് ഫയൽ ചെയ്യേണ്ടി വരും എന്നർത്ഥം. അതായത് അത് സിംപ്ലി ഫോമിൽ ഇൻക്ലൂഡ് ചെയ്തേക്കാണ്. നമ്മളിപ്പോൾ ITRൽ അഡീഷണൽ ഫീസൊക്കെ വന്നിരുന്ന ലാഘവത്തില് ഇനി ടാക്സ് ഓഡിറ്റ് ഒക്കെ ഡിലേ ആയി കഴിഞ്ഞാൽ ഒരു 75,000 രൂപ അല്ലെങ്കിൽ 1.5 ലക്ഷം ഫൈനും കൂടി ഫോമിൽ കയറി വരികയാണ്. നമുക്കത് അടയ്ക്കാതെ റിട്ടേൺ പോലും ഫയൽ ചെയ്യാൻ പറ്റാത്ത അവസ്ഥയിലേക്കാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പൊ ടൈം ബൗണ്ട് ആയിട്ട് നിങ്ങൾ റിട്ടേൺ ഫയൽ ചെയ്യുക, അല്ലെങ്കിൽ പെനാൽറ്റി ഇൻ ദ ഫോം ഓഫ് ഫീ അപ്പൊ തന്നെ അടയ്ക്കുക. അത് പെനാൽറ്റി ഡിഫർ ചെയ്യണം കൂടിയില്ല, അത് ഫീ ആയിട്ട് അപ്പൊ തന്നെ ജനങ്ങളുടെ കയ്യിൽ നിന്ന് വാങ്ങാനാണ്. അപ്പൊ അതൊരു എനിക്ക് മേ ബി ഇനി ഒപ്പോസിഷൻ അതിന് എനിക്ക് തോന്നുന്നു പല ആളുകൾക്ക് ഇത് മനസ്സിലായിട്ടില്ല എന്ന് തോന്നുന്നു, ഇങ്ങനെ ഒരു ഭീകരത ഇതിൻ്റെ ഉള്ളിൽ ഒളിഞ്ഞിരിക്കുന്നുണ്ടെന്നുള്ളത്. ഇത് മാത്രമല്ല കേട്ടോ, അതായത് ടാക്സ് ഓഡിറ്റ് ആയിട്ട് ബന്ധപ്പെട്ടല്ലേ ഇപ്പോൾ SFT റിട്ടേൺ ഫയലിംഗ് ഉണ്ടല്ലോ. ഇപ്പോൾ ഒരുപാട് ആളുകൾ SFT ഫയൽ ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ ചില സെക്ഷനിൽ അക്കൗണ്ടൻസിൻ്റെ റിപ്പോർട്ട്, ടാക്സ് ഓഡിറ്റ് അല്ലാതെ ഉള്ള അക്കൗണ്ടൻസ് റിപ്പോർട്ടുകൾ, അപ്പോൾ അതിലെല്ലാം ഈ ഒരു പെനാൽറ്റി എന്ന് പറഞ്ഞത് നേരെ കോപ്പി പേസ്റ്റ് ചെയ്ത് എടുത്ത് അപ്പുറത്തെ സൈഡിലേക്ക് ഇട്ടിട്ടുണ്ടെന്ന് അർത്ഥം. പണ്ടൊക്കെ എന്ന് വെച്ചാൽ ടാക്സ് പ്രൊഫഷണൽസ് ആയിരുന്നു സമയത്ത് റിട്ടേൺ ഫയൽ ചെയ്യൂ എന്ന് പറഞ്ഞ് വിളിച്ചുകൊണ്ടിരിക്കുക. ഇപ്പോൾ ഇൻകം ടാക്സ് ഡിപ്പാർട്ട്മെന്റ് ഓരോ ദിവസവും മെസ്സേജ് അയക്കുകയാണ്, ഇല്ലാത്തതിനും ഉള്ളതിനും ഒക്കെ മെസ്സേജ് അയക്കുകയാണ്. അപ്പൊ അത്ര അധികം ഫോളോ അപ്പ് എടുത്തിട്ടും ഇനി നിങ്ങൾ ടൈംലി ഫയൽ ചെയ്തിട്ടില്ലെങ്കിൽ പെനാൽറ്റി ഫീസായിട്ട് നിങ്ങൾ പേ ചെയ്യേണ്ടി വരും. അപ്പം അത് കാരണം ടൈം ബൗണ്ട് എന്നുള്ളത് വളരെ കർശനമാക്കി കൊണ്ടുവന്നിരിക്കുകയാണ്. അത് ശരിക്കും സെക്ഷൻ നമ്മൾ ആക്ട് എടുത്ത് നോക്കുമ്പോൾ ചിലപ്പോൾ നമുക്ക് പെട്ടെന്ന് നോക്കി കഴിഞ്ഞാൽ മനസ്സിലാവില്ല. അതായത് 446 പെനാൽറ്റി വരുന്നത് പുതിയ ആക്ടിൻ്റെ. അപ്പോൾ 446 അവിടെ പറഞ്ഞേക്കണം, ഓക്കെ 446 ഫാക്സിലൊക്കെ അങ്ങനെ വളരെ കാഷ്വലായിട്ട് പറഞ്ഞിട്ടേ ഉള്ളൂ. ഇത് ഈ സംഭവം 446 ഇതിനെടുത്തിട്ട് 428 ഇട്ടു. എഫക്റ്റ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ അവിടെ അതൊരു പ്രൊസീജിയറിൻ്റെ ഭാഗമായിട്ട് വളരെ അപൂർവമായിട്ട് മാത്രമാണ് പെനാൽറ്റി ഇൻവോക്ക് ചെയ്യാറുള്ളൂ ടാക്സ് ഓഡിറ്റ് ഡിലേ ആയി കഴിഞ്ഞ് കഴിഞ്ഞാലൊക്കെ. പക്ഷേ ഇപ്പം അത് ഓട്ടോമാറ്റിക് ആണെന്നർത്ഥം. നിങ്ങൾ ടാക്സ് ഓഡിറ്റ് റിട്ടേൺ ഡിലേ ആയി സെപ്റ്റംബർ 30 കഴിഞ്ഞ് ഒക്ടോബർ 1 ഫയൽ ചെയ്യണമെന്നുണ്ടെങ്കിൽ 75,000 രൂപ
75,000 രൂപ അടച്ചിട്ട് ഫയൽ ചെയ്താൽ മതി. അതല്ല, ഒരു മാസം കഴിഞ്ഞ് ഒക്ടോബർ 30 കഴിഞ്ഞിട്ട് ഒരു മാസം കൂടി കഴിഞ്ഞ് കഴിഞ്ഞാൽ 1.5 ലക്ഷം രൂപ അടച്ചിട്ട് ഫയൽ ചെയ്താൽ മതി. ഇങ്ങനെയാണ് എന്തെങ്കിലുമൊക്കെ റിലാക്സേഷൻ കൊണ്ടുവരുമെന്നുള്ളത് നമുക്കറിയാം. നോട്ടിഫിക്കേഷനിലൊക്കെ വരുമ്പോൾ ആക്ട് പാസ്സാകുമ്പോൾ അറിയാം ഇത് എങ്ങനെയായിരിക്കും എന്നുള്ളത്. എനിക്ക് തോന്നുന്നു ഇതൊക്കെ ശരിക്കൊന്നും നമ്മൾ ചില ആളുകളൊക്കെ ഒന്നൊരു ഒബ്ജക്ഷൻ പറയേണ്ടതാണ്. ശരിക്കും ഇത്രയും വലിയ എമൗണ്ട് ഒക്കെ ഇങ്ങനെ 1.5 ലക്ഷം രൂപയൊക്കെ ഇങ്ങനെ പെനാൽറ്റി ആയിട്ട് വാങ്ങിക്കേണ്ടതുണ്ടോ? ഒരു ഭീഷണിപ്പെടുത്തിയല്ലാന്നുണ്ടെങ്കിൽ കറക്റ്റ് ഒരു സമയത്ത് ഫയൽ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു കാര്യങ്ങളാണ്. എന്നാൽ പോലും ഇത്രയൊക്കെ ഒരു ഭീകര ഫയൽ നോട്ടിഫിക്കേഷനിൽ എന്തെങ്കിലും അനുകൂലമായി മാറ്റങ്ങൾ ഉണ്ടാവുമെന്ന് പ്രതീക്ഷിക്കാം. നമുക്ക് നോക്കാം. അപ്പൊ ഇതാണ് എനിക്ക് തോന്നുന്നു വലിയൊരു ചേഞ്ച് വന്നിരിക്കണം തോന്നണം. പിന്നെ മറ്റൊരു കാര്യമുള്ളതെന്ന് പറയുന്നത്, ശ്രദ്ധിച്ചോന്ന് അറിയില്ല, നമ്മളുടെ പല ആളുകളും എനിക്ക് തോന്നുന്നത് ഈവൻ ടാക്സ് പ്രാക്ടീഷേഴ്സ് അടക്കം പലരും ഇൻകം ടാക്സ് ആക്ട് 2025 ഈ ഏപ്രിൽ 1, 2026 മുതൽ വരെയാണ്. അപ്പം ഇതിനെക്കുറിച്ച് എനിക്ക് തോന്നുന്നു ബഡ്ജറ്റിൽ തന്നെ ഇങ്ങനെ പരാമർശിക്കുകയുണ്ടായി. അപ്പോൾ മനോരമയുടെയൊക്കെ ഫ്രണ്ട് പേജിൽ തന്നെ വന്നിട്ടുണ്ടായിരുന്നു ഏപ്രിൽ 1 മുതൽ പുതിയ ഇൻകം ടാക്സ് ആക്ട്. ആക്ച്വലി ഇത് വന്ന് പാസ്സായിട്ടൊക്കെ മാസങ്ങളായി, പക്ഷേ പലരും അത് അപ്ഡേറ്റഡ് ഒന്നുമല്ല. ഇങ്ങനെ ഒരു കാര്യം ഈവൻ പ്രാക്ടീഷണേഴ്സ് പോലും ശ്രദ്ധിച്ചിട്ടില്ല എന്ന് തോന്നുന്നു. ഏപ്രിൽ തൊട്ട് പുതിയ ഇൻകം ടാക്സ് ആക്ട് വരാനായിട്ട് പോവാണെന്ന്. അപ്പോൾ എനിക്ക് ഇത് കാണുന്ന ആളുകളുടെ അടുത്ത്, ഇവൻ പ്രാക്ടീസിങ് ഫീൽഡിലുള്ള ആളുകളുടെ അടുത്തൊക്കെ പറയാനുള്ളതെന്ന് പറഞ്ഞാൽ, നമ്മുടെ ഒരു വലിയൊരു ചേഞ്ച് വരാനായിട്ട് പോവാണ്. 1-2 മാസം കഴിഞ്ഞ് കഴിഞ്ഞാൽ വലിയൊരു ചേഞ്ച് വരാനായിട്ട് പോവാണ്. ഇൻകം ടാക്സ് ആക്ട് അടിമുടി മാറാനായിട്ട് പോവുകയാണ്. 1961 ആക്ട് ഒന്നുമല്ല, 2026 അമെൻമെൻ്റ് ഒന്നുമല്ല. പല ആളുകളും ഇത് അമെൻമെൻ്റ് ആണെന്നൊക്കെ വിചാരിച്ചിരിക്കുന്നത്. അമെൻമെൻ്റ് ഒന്നുമല്ല, കംപ്ലീറ്റ് ടാക്സ് മാറുകയാണ്. അപ്പം നിങ്ങൾ എപ്പോഴും പറയാറുള്ള പോലെ, അതായത് ഇപ്പോൾ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് വരുമ്പോൾ, അല്ലാന്നുണ്ടെങ്കിൽ GST വരുമ്പോൾ, നമ്മളിങ്ങനെ അപ്ഡേറ്റ് ചെയ്തിരിക്കുന്ന ആളുകൾക്കാണ് ഈ ഫീൽഡിൽ പിടിച്ചു നിൽക്കാനായിട്ട് പറ്റുള്ളൂ. അപ്പം നമ്മൾ ഇതായിട്ട് ബന്ധപ്പെട്ടിട്ട് നമ്മൾ ഇൻകം ടാക്സ് ആക്ട് 2025 ഒരു എക്സ്ക്ലൂസീവ് കോഴ്സ്, ഒരു ലൈവ് കോഴ്സസ് നമ്മൾ ചെയ്യുന്നുണ്ട്. അപ്പോൾ അതിനെക്കുറിച്ച് എങ്ങനെയായാലും ജോയിൻ ചെയ്യാൻ നിങ്ങൾ എപ്പോഴും അപ്ഡേറ്റഡ് ആയിട്ടിരിക്കുക, അല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾ ഔട്ട്ഡേറ്റഡ് ആയിട്ട് പോകും. അപ്പോൾ നമുക്ക് പറയാനുള്ളൊരു മാറ്റർ എന്ന് വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ, നമ്മൾ ഇൻകം ടാക്സ് ആക്ട് കംപ്ലീറ്റ്ലി എന്ത് ചെയ്യാണ്, ശരിക്കും ഒന്ന് മാറാനായിട്ട് പോവുകയാണ്. അപ്പോൾ അത് കാരണം തന്നെ ഇൻകം ടാക്സ് ആക്ടുമായിട്ട് ബന്ധപ്പെട്ട് 2025 ആക്ടുമായിട്ട് ബന്ധപ്പെട്ടിട്ട് നമ്മളൊരു ലൈവ് ക്ലാസ്സസ് നമ്മൾ കണ്ടക്ട് ചെയ്യുന്നുണ്ട്. അപ്പോൾ അതിൽ ജോയിൻ ചെയ്യുന്ന ആളുകൾക്ക് നമ്മുടെ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസുമായിട്ട് ബന്ധപ്പെട്ടിട്ട് നമ്മൾ കുറച്ച് കോഴ്സ് ബണ്ടിലുകൾ ഓൾറെഡി ഷെയർ ചെയ്തിട്ടുണ്ടായിരുന്നു, ക്രിയേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ AI ഒരു ബേസിക് കോഴ്സ് ഉണ്ടായിരുന്നു, AI ഒരു അഡ്വാൻസ്ഡ് കോഴ്സ് ഉണ്ടായിരുന്നു. നമ്മൾ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസുമായിട്ട് ബന്ധപ്പെട്ട് അക്കൗണ്ടൻസിൻ്റെ ഇടയിൽ നമ്മൾ ഒരുപാട് വർക്ക്ഷോപ്പുകൾ കണ്ടക്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. AI ഫോർ അക്കൗണ്ടൻസ് പറഞ്ഞ് നമ്മൾ ഒരുപാട് വർക്ക്ഷോപ്പ് കണ്ടക്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഈ കോഴ്സിന് ജോയിൻ ചെയ്യുന്ന എല്ലാവർക്കും ഈ AI ബന്ധപ്പെട്ടിട്ടുള്ള ഒരുപാട് ആ വർക്ക്ഷോപ്പുകൾ, എല്ലാ കോഴ്സുകളും അബ്സല്യൂട്ട്ലി ഫ്രീ ആയിട്ട് അവർക്ക് ലഭിക്കും. മാത്രമല്ല, നമ്മൾ ടാക്സ് ടോക്സ് എന്ന് പറഞ്ഞിട്ട് ലാസ്റ്റ് ഇയർ റിട്ടേൺ ഫയലിംഗുമായിട്ട് ബന്ധപ്പെട്ടിട്ട് ഒരു ഡിസ്കഷൻസ് ഒക്കെ നടത്തിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ കംപ്ലീറ്റ് റെക്കോർഡ്സ് ഈ കോഴ്സിൽ ജോയിൻ ചെയ്യുന്ന ആളുകൾക്ക് ലഭിക്കും. അപ്പോൾ നമ്മൾ ഇതിലൊരു ഫസ്റ്റ് 6,000 റുപ്പീസാണ് നമ്മളുടെ കോഴ്സിൻ്റെ നമ്മൾ മെമ്പർഷിപ്പ് വെച്ചിരിക്കുന്നത്. പക്ഷേ ആദ്യം ജോയിൻ ചെയ്യുന്ന കുറച്ച് പേർക്ക് മാത്രം, നമ്മളൊരു 100 ആളുകളാണ് നമ്മൾ ആദ്യം വെച്ചിരുന്നത്. ഇപ്പോൾ ഓൾറെഡി 100 കഴിഞ്ഞപ്പോൾ കുറച്ച് ഡിമാൻഡ് വന്ന കാരണം ഞാനൊരു 500 ആളുകൾക്ക്, ഫസ്റ്റ് 500 ആളുകൾക്ക് നമ്മൾ 2,999 എന്നുള്ളൊരു ഓഫർ പ്രൈസിൽ ഇപ്പോഴും നമുക്ക് ജോയിൻ ചെയ്യാം. ജോയിൻ ചെയ്യാനുള്ള ലിങ്ക് ഞാൻ ഫസ്റ്റ് കമൻ്റായിട്ട് പിൻ ചെയ്യുന്നുണ്ട്, നമ്മൾ ഡിസ്ക്രിപ്ഷനിലും അവൈലബിൾ ആണ്. അപ്പോൾ ഇതുപോലെ വീഡിയോ യൂസ്ഫുൾ ആയി എന്ന് കരുതുന്ന മലയാളത്തിൽ ഇൻകം ടാക്സുമായിട്ട് ബന്ധപ്പെട്ടിട്ട് ഏറ്റവും കൂടുതൽ വീഡിയോസ് ഉള്ളത് നമ്മുടെ ചാനലിലാണ്. നിങ്ങൾ ഈ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങൾക്ക് നമ്മൾ ഈ ഡിസ്കസ് ചെയ്തതുമായിട്ട് ബന്ധപ്പെട്ട് നിങ്ങൾക്ക് എന്തെങ്കിലും അഭിപ്രായങ്ങളോ സംശയങ്ങളോ ഒക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. ചാനലിൻ്റെ വാട്സപ്പ് നമ്പർ നമ്മൾ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് എന്തെങ്കിലും ആവശ്യങ്ങളുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് മെസ്സേജ് അയക്കാം. അപ്പോൾ യൂസ്ഫുൾ ആയി എന്ന് തന്നെ വിചാരിക്കുന്നു. മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ്.